ഗുഡ് ഈവനിങ്. എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? ക്ലാസ്സൊക്കെ കേട്ടോ? ഇന്ന് എന്താ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ടോപ്പിക്ക്? പാർട്ട് ഇൻ ടൈംസ് അല്ലേ? മടങ്ങിലെ ഭാഗം കണ്ടെത്താനായിരുന്നു നിങ്ങൾ പഠിച്ചത് അല്ലേ? അപ്പോൾ ആ ടീച്ചർ എന്തെടുത്ത 5/4 എന്ന് പറഞ്ഞ പുതിയൊരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു ഇല്ലേ? ഓർക്കുന്നില്ലേ നിങ്ങൾ? 5/4 പലതരത്തിൽ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇല്ലേ? 1/4 1/4 1/4 5 തവണ കൂട്ടുന്നതാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ ക്ലാസ്സൊക്കെ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. എന്നാലാണ് മനസ്സിലാക്കിയാലാണ് സംശയങ്ങൾ ഉണ്ടാവുക. ഇതൊന്നും കേട്ടില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. നിങ്ങൾക്ക് ക്ലാസ് ഇട്ട് കിട്ടൂല, നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ് നടന്നിട്ട് ഇത്രയും ദിവസമായി, എന്നിട്ട് ആകെ 6 കുട്ടികളാണ് ടീച്ചർക്ക് നോട്ട് അയച്ചു തന്നേക്കണത്. ആ നോട്ട് അയച്ചു തന്നവരുടെ മിസ്റ്റേക്കുകളൊക്കെ ടീച്ചർ തിരുത്തിയും കൊടുത്തിട്ടുണ്ട്. അവരയച്ചു. ആ 6 പേരെയും ടീച്ചർ എന്താ പറയുക, ടീച്ചർക്ക് വളരെ സന്തോഷമുണ്ട്. ഈ 6 കുട്ടികൾക്കും ടീച്ചറുടെ അഭിനന്ദനങ്ങൾ, കൺഗ്രാജുലേഷൻസ്. അവരത് നല്ല കുട്ടികളായിട്ട് തന്നെ തെറ്റുകൾ പറഞ്ഞപ്പോൾ അത് അവർ തിരുത്തി അയച്ചു തരികയും ചെയ്തിട്ടുണ്ട്. 6 കുട്ടികൾ നല്ല മിടുക്കന്മാരായ കുട്ടികളാണ്. ഞാൻ 6 പേരുടെയും പേര് നിങ്ങളുടെ സ്നേഹ ടീച്ചർക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ട്, എനിക്ക് അയച്ചു തന്നവരുടെ. അപ്പോൾ അയക്കാത്തവർ എന്തുകൊണ്ടാണ് അയക്കാത്തതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും നെറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമാണോ ഒന്നും എനിക്കറിയില്ല. വെറുതെ എനിക്ക് നോട്ട് എഴുതി ബോധിപ്പിക്കുന്നതിലും ഒരർത്ഥമില്ല. നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചർമാരെല്ലാവരും പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നിങ്ങൾക്കും നല്ലത്. നിങ്ങൾ നന്നാവുമ്പോൾ ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം ഉണ്ടാവും. അപ്പോൾ ഇനി തൊട്ടുള്ള ക്ലാസ്സിലെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ സ്നേഹ ടീച്ചർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ടീച്ചറോടൊന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ എല്ലാവരുടെ പേരും എഴുതി വയ്ക്കുന്നുണ്ട്. എനിക്ക് നോട്ട് അയച്ചു തരുന്നവരുടെ പേരൊക്കെ ഞാൻ എഴുതി വയ്ക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പോവാം. പിന്നെ നമ്മൾ മടങ്ങിലെ ഭാഗമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ ഭാഗത്തിലെ മടങ്ങാണ് കണ്ടെത്തിയിരുന്നത്. ഇന്ന് നമ്മൾ മടങ്ങിലെ ഭാഗമാണ് കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു 5 ചോദ്യങ്ങളുണ്ട്. കഴിഞ്ഞ സെക്ഷനിലും ഉണ്ടായിരുന്നു ഒരു 5 ചോദ്യം, ഈ സെക്ഷനിലും ഉണ്ട് ഒരു 5 ചോദ്യം. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ വെച്ച് ഡിസ്കസ് ചെയ്ത് അങ്ങനെ വന്ന് പറഞ്ഞു പോവാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ആദ്യത്തെ ചോദ്യം എന്താ? ഒരു കുപ്പായം തുന്നാൻ 1.5 മീറ്റർ തുണി വേണം. 5 കുപ്പായത്തിന് എത്ര മീറ്റർ തുണി വേണം? ചോദ്യം ക്ലിയർ ആണോ? ചോദ്യം ക്ലിയർ ആണോ? എന്താ ചോദ്യം? 1 and 1/2 meters of cloth is needed for a shirt. How much cloth is needed for 5 such shirts? എന്താ പറയുന്നത്? 1.5 മീറ്റർ തുണിയാണ് ഒരു കുപ്പായം തുന്നാനായിട്ട് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 5 കുപ്പായം തുന്നണം, 5 ഷർട്ടുകൾ നമുക്ക് തുന്നണം. അപ്പോൾ എന്താ ചോദ്യം? 5 കുപ്പായത്തിന് എത്ര മീറ്റർ തുണി വേണ്ടി വരും? നമുക്ക് ഒരു കുപ്പായത്തിന് തുന്നാൻ വേണ്ട തുണിയുടെ അളവ് നമുക്കറിയാം, 1.5 മീറ്റർ ആണെന്ന്. ഈ 1.5 മീറ്റർ ഉപയോഗിച്ച് നമുക്ക് 5 കുപ്പായം തുന്നാനായിട്ട് എത്ര മീറ്റർ തുണി എടുക്കണം? നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി ഇല്ലേ? നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കും അല്ലേ? മെറ്റീരിയലൊക്കെ ആയിട്ട് എടുക്കും അല്ലേ? അപ്പോൾ നിങ്ങൾക്കിപ്പോൾ യൂണിഫോമൊക്കെ തയ്ക്കാനായിട്ട് പോകുമ്പോൾ എങ്ങനെയാണ്? മിനിമം 2 ജോഡി ഷർട്ടെങ്കിലും ഉണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇതുപോലെ തന്നെ 1.5 മീറ്റർ തുണി വെച്ചിട്ട് അല്ലെങ്കിൽ 1 മീറ്റർ തുണി വെച്ചിട്ട് നിങ്ങളുടെ സൈസിനനുസരിച്ചായിരിക്കും. നിങ്ങൾ പലരും പല സൈസായിരിക്കും അല്ലേ? ചിലർ ഹൈറ്റ് കുറവുള്ളവരുണ്ടായിരിക്കും, ചിലർ നല്ല തടിയുള്ളവരുണ്ടായിരിക്കും, കുറഞ്ഞവരും ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചാണ് നിങ്ങളുടെ തുണി എടുക്കുന്നതിലും വ്യത്യാസങ്ങൾ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾക്ക് 2 ഷർട്ട് തയ്ക്കണം അല്ലേ? അല്ലെങ്കിൽ പെൺകുട്ടികൾക്കാണെങ്കിൽ ചുരിദാറോ ഷർട്ടും പാവാടയാണെങ്കിൽ അങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? എന്തായാലും 2 സെറ്റ് യൂണിഫോം തയ്ക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട തുണി എന്ന് പറയുന്നത് 1 1.5 ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾ സങ്കല്പിക്കുക നിങ്ങളിപ്പോൾ 1.5 മീറ്റർ ആണെന്ന്. അങ്ങനെയാണെങ്കിൽ 2 സെറ്റ് യൂണിഫോം തയ്ക്കാൻ നിങ്ങൾക്ക് എത്ര തുണി വേണ്ടി വരും? എത്ര മീറ്റർ തുണി വേണ്ടി വരും? മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ, നമ്മൾ ഈ കണക്ക് പുസ്തകത്തിൽ പഠിക്കുന്ന കണക്കുകളൊക്കെ നമുക്ക് കണക്ക് പുസ്തകത്തിൽ ചെയ്ത് അടച്ചു വെച്ച് ഇരിക്കാനുള്ളതല്ല. അതിനൊക്കെ നമ്മുടെ നിത്യജീവിതത്തിലേക്ക് ഒരുപാട് അപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതിന് വേണ്ടിയിട്ടാണ് ടീച്ചർ ഈ ഉദാഹരണം എടുത്തിട്ട്
പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ഇത് ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലേ നിങ്ങൾക്ക് അവിടെ അത് മനസ്സിലാകുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം 5 കുപ്പായം തുന്നാൻ വേണ്ട തുണി എത്രയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു കുപ്പായം തുന്നാൻ വേണ്ട തുണിയാണ് നമുക്ക് തന്നിരിക്കുന്നതിൻ്റെ അളവ്, അതായത് 1.5 മീറ്റർ. അപ്പോൾ നമുക്ക് അതെടുത്തിട്ട് എഴുതാം 1.5 മീറ്റർ. അതിന് നമുക്ക് ഇനി എങ്ങനെ എഴുതാൻ പറ്റും? 1.5 മീറ്റർ എന്ന് പറയുന്നത് എന്താ? ഒന്നും അതിൻ്റെ കൂടെ പ്ലസ് എന്തുണ്ട്? ഒരു അരയും കൂടി ഉണ്ട്. അങ്ങനെയാണ് 1.5 മാറിയത്. ഒന്നിൻ്റെ കൂടെ അരയും കൂടിയും ചേർത്ത് വെച്ചു. ഇപ്പോൾ നിങ്ങൾ തുണിക്കടയിൽ പോവുകയാണെങ്കിൽ 1/2 മീറ്ററിൻ്റെ ലെങ്ത്തുള്ള സ്കെയിലായിരിക്കും. അപ്പോൾ 1/2 മീറ്റർ വെച്ചിട്ടാണെങ്കിൽ അവർ എത്ര പ്രാവശ്യം അളക്കേണ്ടി വരും? അവർ ആദ്യം 1/2 വെച്ചിട്ട് 1 മാർക്ക് ചെയ്യില്ലേ, എന്നിട്ട് ആ ഒരു ഇതിൽ വെച്ചിട്ട് അവർ വീണ്ടും മടക്കിയിട്ട് ഒരു മടക്ക് കൂടി മടക്കും, 3 മടക്ക് മടക്കും. 3 അരകൾ ചേരുമ്പോഴാണ് എന്താവുന്നത്? 1.5. ഒന്നിൽ എത്ര അരയുണ്ട്? ഒന്നെന്ന് പറയുന്നത് 2 അരയാണ്. 2 അരകൾ, 2 പകുതി ചേരുമ്പോഴാണ് ഒന്നായി മാറുന്നത്, ഒരു മുഴുവനായി മാറുന്നത്. അതിൻ്റെ കൂടെ എന്തും കൂടി ചേരുന്നു? ഒരു അരയും കൂടിയും ചേരുന്നു. അപ്പോഴാണ് എന്തുണ്ടാവുന്നത്? 1.5 ആവുന്നത്. അതായത് ഒന്നിൻ്റെ കൂടെ അര ചേരുന്നു. അതിന് നമുക്ക് എന്ത് എഴുതാം? 1 + 1/2. 1 + 1/2 കൂട്ടാൻ നിങ്ങൾക്കറിയോ? അതാണ് ടീച്ചർ ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം. ടീച്ചർ എന്നാലും ഇവിടെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടൊന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അതാണ് ടീച്ചർ ഈ എഴുതിയിരിക്കുന്നത്. 1 + 1/2 എങ്ങനെ കൂട്ടാം? 1 × 2 + 1 ഹരിക്കണം 2. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ? A/B × C/D എന്ന് പറയുന്നത് ആ 2 ഭിന്നസംഖ്യ. 1 എന്ന് പറയുന്നത് എന്താ? ഒരു ഭിന്നസംഖ്യയാണ്, ഒരു എണ്ണൽസംഖ്യ മാത്രമല്ല, അതൊരു ഭിന്നസംഖ്യ അല്ലേ? ഒന്നിനെ നമുക്ക് 1/1 എന്നാക്കി എഴുതാൻ പറ്റും അല്ലേ? അപ്പോൾ അതിനെങ്ങനെയാണ് കൂട്ടുക? A/B × C/D ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? AD + എന്ത് വരും? BC / എന്ത് വരും? BD എന്ന് വരും. ഓക്കെ, അതേപോലെയാണ് ടീച്ചർ ഇവിടെ കൂട്ടിയിരിക്കുന്നത്. 1 × 2 + അടുത്തത് 1 × 1 പകരം അവിടെ ഒന്നുമില്ലല്ലോ, 1 തന്നെയല്ലേ? അപ്പോൾ നമുക്ക് 1 തന്നെ എഴുതാം. 1 ഹരിക്കണം 2. ഇനി 1 × 2 എത്രയാണെന്നറിയാം? 2 ആണെന്നറിയാം. 2 + 1 ഹരിക്കണം 2. അതെത്ര വരും? 3/2 മീറ്റർ എന്ന് വരും. അപ്പോൾ 1.5 മീറ്റർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 3/2 ആണ്. 1.5 മീറ്ററിന് നമുക്ക് എങ്ങനെ എഴുതാം? 3/2 മീറ്റർ എന്ന് എഴുതാം. മനസ്സിലായോ? ഇനി ഈ 3/2 മീറ്റർ തുണിയാണ് അപ്പോൾ നമുക്ക് ഒരു കുപ്പായം തുന്നാൻ വേണ്ട തുണി എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മളോട് ചോദിക്കുന്നത് എന്താ? 5 കുപ്പായം തുന്നാൻ വേണ്ട തുണിയാണ് നമ്മളോട് ചോദിക്കുന്നത്. 5 കുപ്പായം തുന്നാൻ വേണ്ട തുണി എത്രയായിരിക്കും? 3/2 5 മടങ്ങാണ് ഇവിടെ കാണാൻ നമ്മൾ പോകുന്നത്. മനസ്സിലായി? മടങ്ങിലെ ഭാഗം 3/2 5 മടങ്ങാണ് നമ്മളിവിടെ കണ്ടെത്തുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വരും? 5 × 3/2. എങ്ങനെ ഗുണിക്കും? അംശം × അംശം, ഛേദം × ഛേദം. അങ്ങനെയാണ് നമ്മൾ ഗുണിച്ച് ഉത്തരത്തിൽ എഴുതുക അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? ഭിന്നസംഖ്യകൾ ഗുണിക്കാൻ പഠിച്ചില്ലേ? അംശം × അംശം ഗുണിച്ച് അംശമായും, ഛേദം × ഛേദം ഗുണിച്ച് ഛേദമായും. ചിലവരൊക്കെ അത് മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടായിരുന്നു നോട്ട് ചെയ്ത് തന്നപ്പോൾ. ഞങ്ങൾക്ക് തിരുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വേണം ഗുണിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ എന്ത് വരും? 5 × 3 15 / 1 × 2 2 തന്നെ. അപ്പോൾ 15/2. അപ്പോൾ എത്ര മീറ്റർ തുണി വേണം? 15/2 മീറ്റർ തുണി വേണം. ഇനി ഈ 15/2 എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണ് ആ ഒരു അളവ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവണില്ല അല്ലേ? അപ്പോൾ നമുക്ക് അതിന് ഒന്നും കൂടിയും ഒന്ന് മാറ്റി എഴുതാം. എങ്ങനെ എഴുതാം? 15/2 ഒന്ന് ഹരിച്ചു നോക്കിയേ. 15/2 ഹരിച്ചു നോക്കിയേ. എത്ര വരും? 7 × 2 14 ആണെന്ന് അറിയാം അല്ലേ? 7 × 2 14 ആണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തറിയാം? 14 വരെ നമുക്ക് കിട്ടി. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 15/2 ആണ്. 2ൽ 14 കിട്ടാനായി 7 തവണ ചെയ്താൽ മതി അല്ലേ? അതിൻ്റെ കൂടെ പിന്നെ ബാക്കി ശിഷ്ടം വന്നിരിക്കുന്നത് എത്രയാ? 14ഉം 15ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 1 അല്ലേ? അപ്പോൾ ആ ഒരു 1നെയും കൂടിയും ചേർത്ത് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ഉത്തരത്തിൽ എന്ത് വരും? 7.5 മീറ്റർ. കണ്ടോ? ടീച്ചറോട് ഹരിച്ച് എഴുതിയിരിക്കുന്നത് കണ്ടോ? 15നെ 2 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 7 കിട്ടി. 14 ഉത്തരം നമ്മൾ എഴുതി.
14 15 ആവാനായിട്ട് എത്ര വ്യത്യാസം? 1. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? 7 × 1/2. ക്ലിയർ ആണോ? ഓക്കെ, ലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്താ? The price of 1 kilogram of okra is 30 rupees. What is the price of 2.5 kilograms? എന്താ ചോദ്യം? 1 കിലോഗ്രാം വെണ്ടയ്ക്കയുടെ വിലയാണ് 30 രൂപ എന്ന് തന്നിരിക്കുന്നത്. ഒക്ര വെണ്ടയ്ക്ക കേട്ടോ. 2.5 കിലോഗ്രാമിന് എത്ര രൂപയാകുമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലത്തെ തന്നെയുള്ള അതേ മെത്തേഡിലുള്ള ചോദ്യം തന്നെയാണ് ഇതും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്? നമുക്കൊന്ന് എഴുതി നോക്കാം. തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം എഴുതി വയ്ക്കാം അല്ലേ. അപ്പോൾ എന്താ തന്നിരിക്കുന്നത്? 1 കിലോഗ്രാം വെണ്ടയ്ക്കയുടെ വില, ദ പ്രൈസ് ഓഫ് 1 കിലോഗ്രാം ഒക്ര, എത്രയാണ് തന്നിരിക്കുന്നത്? 30 രൂപ, 30 റുപ്പീസ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? 2.5 കിലോഗ്രാമിന് എത്ര രൂപയാകും? അപ്പോൾ 2.5 കിലോഗ്രാം വെണ്ടയ്ക്കയുടെ വില സമം എന്ത് വരും? 1 കിലോഗ്രാമിന് 30 രൂപയാണെങ്കിൽ 2.5 കിലോഗ്രാമിന് എങ്ങനെ കണ്ടുപിടിക്കും? 30ന്റെ 2.5 മടങ്ങാണ് നമുക്ക് ആവശ്യം. 30ന്റെ 2.5 മടങ്ങ്. ഇനി അതെങ്ങനെ ചെയ്യും? 2.5 എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്ക് മാറ്റി എഴുതാം അല്ലേ. 2.5നെ നമുക്ക് മാറ്റി എഴുതാം. 2.5നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 2ഉം 1/2 ചേർന്നതാണ് 2.5 എന്ന് നമുക്കറിയാം അല്ലേ. അതായത് 2 + 1/2. 2 + 1/2നെ എങ്ങനെ എഴുതാം? 2 × 2 + 1 ഹരിക്കണം 2 അല്ലേ. അതെന്ന് പറഞ്ഞത് എത്രയാണ്? 5/2. ആ സ്റ്റെപ്പുകളൊക്കെ ചെയ്ത സ്റ്റെപ്പുകളൊക്കെ ടീച്ചർ സൈഡിൽ എഴുതിയിട്ടിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് വാട്സപ്പ് ഓഡിയോ ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് ടീച്ചർ ഒന്ന് ചുരുക്കി പറയണത്. ഇപ്പം തന്നെ നമ്മുടെ ഒരു ചോദ്യം കഴിഞ്ഞപ്പോൾ തന്നെ 11 മിനിറ്റാണ്. അപ്പോൾ ഇനിയും നമുക്ക് ബാക്കി 3 ചോദ്യം കൂടിയും എടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് ചുരുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര വന്നു? 5/2 എന്ന് വന്നു അല്ലേ. അപ്പോൾ 30ന്റെ 5/2 മടങ്ങാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. 30ന്റെ 5/2 ഭാഗം. 30ന്റെ 5/2 ഭാഗം എങ്ങനെ കണക്കാക്കും? ഗുണിക്കണം അല്ലേ. അപ്പോൾ ഗുണിക്കൂ. 30 × 5 ഹരിക്കണം 2 എന്ന് വരും. 30 × 5 എത്രയാ? 150. 150 ഹരിക്കണം 2. 150 ഹരിക്കണം 2 എന്ന് ഹരിച്ചു നോക്കൂ. എത്ര ഉത്തരം കിട്ടി? 75 കിട്ടിയില്ലേ. ഓക്കെ, അപ്പോൾ ഈ കണക്ക് നല്ല സുഖമായിരുന്നു അല്ലേ. ഇതിൽ നമുക്ക് അധികം മാറ്റാനൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടി? 2.5 കിലോഗ്രാം വെണ്ടയ്ക്കയുടെ വില എത്രയാണ്? 75 രൂപ. ക്ലിയർ ആയില്ലേ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോക്കൂടെ? അടുത്ത ചോദ്യം, ഒരാൾ 1 മണിക്കൂറിൽ 1.5 കിലോമീറ്റർ നടക്കും. ഇതേ വേഗത്തിൽ 1.5 മണിക്കൂർ കൊണ്ട് എത്ര കിലോമീറ്റർ നടക്കും? A man walks 1.5 kilometers in 1 hour. How many kilometers does he walk in 1.5 hours at this speed? എന്താ ചോദ്യം? 1 മണിക്കൂറിൽ ഒരാൾ നടക്കുന്ന ദൂരമാണ് എത്ര? 1.5. 1 മണിക്കൂറിൽ ഒരാൾ നടക്കാൻ ആരംഭിക്കും. ഇപ്പോൾ നിങ്ങൾ സ്കൂളിൽ പോകുന്നു, നിങ്ങൾ അങ്ങനെയൊക്കെ കരുതിക്കോളൂ കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാം. നിങ്ങൾ നടന്നിട്ടാണ് സ്കൂളിൽ വരുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ 1 മണിക്കൂറിൽ നിങ്ങളുടെ സ്പീഡ് എന്ന് പറയുന്നത് 1.5 കിലോമീറ്ററാണ്. 1.5 കിലോമീറ്റർ വേഗം വരെ നിങ്ങൾക്ക് നടക്കാനായിട്ട് സാധിക്കും 1 മണിക്കൂറിൽ. അങ്ങനെയെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? 1.5 മണിക്കൂർ കൊണ്ട് എത്ര കിലോമീറ്റർ നടക്കും? 1 മണിക്കൂറിലുള്ള ദൂരം നമുക്കറിയാം 1.5 എന്ന്. അതിൻ്റെ കൂടെ ഒരു അരമണിക്കൂറും കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ദൂരം നിങ്ങൾക്ക് നടക്കാൻ പറ്റും? എത്ര ദൂരം നിങ്ങൾ നടന്നെത്തിയിട്ടുണ്ടായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് ആൾ നടക്കുന്ന ദൂരമാണ് നമുക്ക് തന്നിരിക്കുന്നത് 1.5 കിലോമീറ്റർ. 1.5 കിലോമീറ്റർ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 3/2 ആക്കി മാറ്റി എഴുതാമെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് നടന്ന ദൂരം എന്ന് പറയുന്നത് എത്രയാ? 1.5 കിലോമീറ്റർ × 1.5 അല്ലേ. അപ്പോൾ നമുക്ക് എത്ര വരും? 3/2 × 3/2. 3/2 × 3/2 എങ്ങനെ ഗുണിക്കുക? 3 × 3 അംശം × അംശം ഡിവൈഡഡ് ബൈ ഛേദം × ഛേദം 2 × 2. അപ്പം എത്ര വരും? 9 ഹരിക്കണം 4. 9 ഹരിക്കണം 4 എത്ര വരും? 4ൻ്റെ ഗുണപട്ടിക ചൊല്ലി നോക്കൂ.
4ൻ്റെ ഗുണനപ്പട്ടി ചെല്ലുമ്പോൾ 2 × 4 എന്ന് പറയുന്നത് 8 നമുക്കറിയാം. അപ്പോൾ 8ഉം 9ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാ? ശിഷ്ടമായിട്ട് നിൽക്കുന്നത് 1. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ മാറ്റി എഴുതാം? 2 × 1/4 2.25 മീറ്റർ. 2ഉം 1/4 ചേർന്നത് അല്ലേ? 2ഉം 1/4 ചേർന്നാണ് എന്തുണ്ടാവുന്നത്? 2.25 മീറ്റർ. കിലോമീറ്റർ ആണ് കേട്ടോ, മീറ്റർ അല്ല, കിലോമീറ്റർ. നമ്മൾ നടന്ന ദൂരം തന്നിരിക്കുന്നത് കിലോമീറ്ററിലാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 4ാമത്തെ ചോദ്യം. റോണി ഹാസ് 36 stamps. സഹിറ സേസ് ഷീ ഹാസ് 2 and 1/4 times as much. How many stamps does she have? എന്താ പറഞ്ഞിരിക്കുന്നത്? റോണിയുടെ കയ്യിൽ 36 സ്റ്റാമ്പ് ഉണ്ട്. സ്കൂളിലൊക്കെ നിങ്ങൾക്ക് 5 രൂപയ്ക്കും ഒക്കെ സ്റ്റാമ്പ് കൊണ്ടു തരാറില്ലേ? അപ്പോൾ അതുപോലെ റോണിയുടെ കയ്യിൽ 36 സ്റ്റാമ്പ് ഉണ്ട്. അതിൻ്റെ 2.25 മടങ്ങ് തൻ്റെ കയ്യിലുണ്ടെന്ന് സഹീറ പറയുന്നു. നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് പരസ്പരം പറയാണ്, 36 ഒന്നും വേണമെന്നില്ല. ഇപ്പം നിങ്ങൾ ക്ലാസ്സിൽ ഇപ്പോൾ ആരാ? സാരംഗിൻ്റെ കയ്യിൽ എന്തുണ്ട്? 5 സ്റ്റാമ്പ് ഉണ്ട്. അപ്പോൾ അതിദേവ് പറയാണ് അവൻ്റെ കയ്യിൽ സാരംഗിൻ്റെ കയ്യിലുള്ളതിനേക്കാളും 2 മടങ്ങ് കൂടുതലാണെന്ന്. ഉദാഹരണം മനസ്സിലായോ? എങ്ങനെയാണ് ഇതൊക്കെ നിങ്ങൾ നിത്യജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ പറയുമ്പോഴും ഇങ്ങനെ എടുത്ത് ഓരോന്ന് പറയുന്നത് കേട്ടോ. ഇപ്പം ഇവിടെ റോണിയുടെ കയ്യിൽ എന്താ നമ്മുടെ ചോദ്യം? എത്ര സ്റ്റാമ്പുകളുണ്ട്? 36 സ്റ്റാമ്പുകളുണ്ട്. ഇനി സഹീറയുടെ കയ്യിലുള്ള സ്റ്റാമ്പുകളുടെ എണ്ണം എത്രയാ? റോണിയുടെ കയ്യിലുള്ള സ്റ്റാമ്പുകളുടെ എണ്ണത്തിൻ്റെ 2.25 മടങ്ങ്, അതായത് 36ൻ്റെ 2.25 മടങ്ങ്. ഇനി 2.25 മടങ്ങ് എന്ന് പറയുന്നത് എങ്ങനെ ചെയ്യാം നമുക്ക്? 2 × 4 + 1 ഹരിക്കണം 4. അതെത്രയാണ്? 9/4. 9/4, അതായത് 1/4നെ 9 തവണ കൂട്ടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ 36ൻ്റെ 9/4 ഭാഗമാണ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 36ൻ്റെ 9/4 ഭാഗം എങ്ങനെ കണ്ടുപിടിക്കും? 36 × 9/4 അല്ലേ? 36 × 9/4 എത്രയാ? 36 × 9 ഗുണിച്ചു നോക്കുക. ഗുണിച്ചു നോക്കുമ്പോൾ എത്ര ഉത്തരം കിട്ടും? 36 × 9 324 ഹരിക്കണം 4. 324നെ 4 കൊണ്ട് ഹരിച്ചു നോക്കുക. അപ്പോൾ ശിഷ്ടമായിട്ട് വന്നിരിക്കുന്നത് 0 ആണ്. 81 × 4 നമുക്ക് 324 വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ഉത്തരം എത്രയാണ്? 81. സ്റ്റാമ്പിനെ നമുക്ക് പകുതിയാക്കി മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ ശരിയാവില്ല അല്ലേ? അതൊരു സ്റ്റാമ്പെന്ന് നമ്മൾ പറയില്ല. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഭിന്നരൂപം വരാണ്ട് ഒരു സംഖ്യയുടെ പൂർണ്ണരൂപം വന്നത്. 36, റോണിയുടെ കയ്യിൽ 36 എന്ന് പറയുന്നത് മനസ്സിലായോ? അതുപോലെ തന്നെ സഹീറയുടെ കയ്യിൽ നമുക്ക് എണ്ണം എത്ര കിട്ടി? 81. അവിടെ 81 വന്നില്ല അല്ലേ? സ്റ്റാമ്പിൻ്റെ പകുതി മുറിക്കൽ ആവുമ്പോൾ എന്താ? അത് ശരിയാവില്ല അല്ലേ? നമുക്കൊരു ചരട്, ഒരു റിബൺ, അതൊക്കെ പകുതി മുറിക്കാം. ഒരു സ്റ്റാമ്പ് എന്ന് പറയുമ്പോൾ എന്താ? സ്റ്റാമ്പ് മൊത്തടക്കനെ കിട്ടണം അല്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ 81 സ്റ്റാമ്പുകളാണ് ആരുടെ കയ്യിലുള്ളത്? സഹീറയുടെ കയ്യിലുള്ളത്. അതായത് 36ൻ്റെ 2.25 മടങ്ങ് എന്ന് പറയുന്നത് എത്രയാണ്? 81. ഓക്കെ, 5ാമത്തെ ചോദ്യത്തിലേക്ക് പോയിക്കൂടെ? ലാസ്റ്റ് ചോദ്യമാണ്. ഗുണിക്കാൻ ഹരിക്കാൻ അറിയാന്നുള്ളതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് കാര്യം. ചുവടെ പറഞ്ഞിരിക്കുന്നവ കണക്കാക്കുക. കാൽക്കുലേറ്റ് ദ ഫോളോയിങ്. 4 times 5 and 1/3. Second question, 4 and 1/3 times 5. Third question, 1.5 times 2/3. Fourth, 2/5 of 2.5. Fifth, 2.5 times 5 and 1/2. Sixth, 4 and 1/3 of 4 and 1/2. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ചൂടെ പറഞ്ഞിരിക്കുന്നവ കണക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ എന്താ? 5 × 1/3ൻ്റെ 4 മടങ്ങ്. 5ൻ്റെ കൂടെ എന്തും കൂടി ചേരുന്നു? 1/3 കൂടി ചേരുന്നു. 5 × 1/3ൻ്റെ എന്ത് വരും? 4 മടങ്ങ്. 4 മടങ്ങാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 5 × 1/3നെ നമുക്കൊന്ന് മാറ്റി എഴുതാം. 5 × 1/3നെ എങ്ങനെ നമുക്ക് മാറ്റി എഴുതാം? നമ്മൾ നേരത്തെ മാറ്റി എഴുതിയിരുന്നതാ. 5 + 1/3 ആണല്ലേ? അത് നമുക്ക് എങ്ങനെ എഴുതാം? 5 × 3 + 1 ഹരിക്കണം 3 അല്ലേ? അങ്ങനെയല്ലേ മാറ്റി എഴുതാം. ഇനി ഇതിനെന്ത് ചെയ്യണം? 4 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 5 × 3 എന്ന് പറയുന്നതിൻ്റെ ആ ബ്രാക്കറ്റിൽ നമുക്ക് എന്തെന്ന് എഴുതാം? 15 എന്ന് എഴുതാം. +1 ഹരിക്കണം 3 × 4. ഇനി 15 + 1 എത്രയാ? 16.
16 ഹരിക്കണം 3 ഇൻറ്റു 4. 16 ഇൻറ്റു 4 ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 64 ഹരിക്കണം 3. അതായത് എത്ര വരും? 21/1/3 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ചെയ്തു വന്ന സ്റ്റെപ്പുകളൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് 5/1/3 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് മാറ്റി എഴുതുന്നതെന്നുള്ള കാര്യം ആദ്യം അറിയണം. അതുപോലെ തന്നെ 64/3 അങ്ങനെയൊക്കെ പറയുന്ന ഒരു സംഖ്യയാണെങ്കിൽ അതിനെ നമുക്ക് ഇങ്ങനെ മാറ്റിയാക്കി ഇങ്ങനെ 21/1/3 മനസ്സിലായോ? അങ്ങനെ മാറ്റി എഴുതാനും നിങ്ങൾക്ക് കഴിയണം. അതാണ് ഈ ഭാഗത്തിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിളാണ് അങ്ങനെ മാറ്റി എഴുതാൻ. ഹരിച്ചു നോക്കുക, ഗുണിച്ചു നോക്കുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇതുപോലെ തന്നെയാണ് അടുത്തതും 5ൻ്റെ 4/1/3 മടങ്ങ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം 4/1/3 നമുക്ക് ഭിന്നസംഖ്യ രൂപത്തിലേക്ക് മാറ്റി എഴുതണം. ഇതും ഭിന്നസംഖ്യയാണ്. അതെന്ത്? അതിനൊരു പേരുണ്ട്, മിക്സഡ് ആണത്, മിശ്ര ഭിന്നസംഖ്യയായി പോകും അത്. കാരണം നമ്മൾ 1/3 കൂടെ ഒരു പൂർണ്ണസംഖ്യയും കൂടിയും ചേരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ അങ്ങനെ വിളിക്കുന്നത്. അതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 4/1/3 നമുക്ക് എങ്ങനെ എഴുതാം? ചെയ്ത് വരുമ്പോൾ എത്ര കിട്ടും? 13/3 എന്ന് കിട്ടും. അപ്പോൾ 5 ഇൻറ്റു 13/3 അതിനെ ഗുണിച്ച് ഉത്തരം എഴുതാം 65/3. ഇനി 65/3 മാറ്റി എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? 65നെ 3 കൊണ്ട് ഹരിച്ചു നോക്കുക. അപ്പം എത്ര തവണയാണ് പോകുന്നതെന്ന് നോക്കുക. 21 തവണ പോയി കഴിഞ്ഞാൽ എന്തെന്ന് കിട്ടും? നമുക്ക് 21 തവണ 3നെ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടാം? എത്ര കിട്ടും? പറയ്. 21 ഇൻറ്റു 3 എത്രയാണ്? 1 3 3 23 6 എത്ര വരും? 63 എന്ന് വരും. 63 65 അവൻ എത്ര വേണം? 63 65 അവൻ എത്ര വേണം? 2 വേണം. ശിഷ്ടമായിട്ട് എത്ര വന്നത്? 2. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 65/3 21ൻ്റെ കൂടെ 2/3 കൂടിയും ചേർത്ത് എഴുതുന്നതാണ് എന്തെന്ന് പറയുന്നത്? 65/3. മൂന്നാമത്തെ 2/3 1/2 മടങ്ങ്. 2/3 ഇൻറ്റു 1/2 എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ മുന്നത്തെ ചോദ്യങ്ങൾ കണ്ടുപിടിച്ചതാണ്. അതെന്ന് പറയുന്നത് 3/2 ആണ്. അപ്പോൾ 2/3 ഇൻറ്റു 3/2 അത് രണ്ടും അംശം ഛേദം വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 1 എന്ന് വരും. ഇതെല്ലാം സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇനി നാലാമത്തെ 2/1/2 അതായത് 2.5 2/5 ഭാഗം. അപ്പോൾ 2.5 ഇൻറ്റു 2/5. 2.5 എന്ന് പറയുന്നത് എന്താണ്? 5/2 ആണ്. 5/2 ഇൻറ്റു 2/5 അംശം ഛേദം ഇവിടെ നമുക്ക് വെട്ടിപ്പോവും അല്ലേ? ഛേദം അംശമായിട്ട് വെട്ടിപ്പോവും. 5 5 അല്ലേ? മുകളിൽ അടിയിലായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് 2 2 വന്നിരിക്കുന്നത്. അതെല്ലാം ഗുണിച്ച് എഴുതാൻ എന്ത് വരും? 5 ഇൻറ്റു 2 2 ഇൻറ്റു 5 എന്താ? 10 10 10 ഹരിക്കണം 10 എത്രയാ? 1 തന്നെ. ഒരു സംഖ്യ കൊണ്ട് ഹരിച്ച് എത്ര വരിക? 1 എന്ന് കിട്ടും അല്ലേ? ഓക്കെ, ഇനി അഞ്ചാമത്തെ 5/1/2 2/1/2 മടങ്ങ്. അപ്പോൾ 5.5 ഇൻറ്റു 2.5. 5.5 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്ര വരും? 11/2 എന്ന് വരും. 2.5 എന്ന് പറയുന്നത് നമ്മൾ മുന്നേ കണ്ടുപിടിച്ചു 5/2. രണ്ടും കൂടി ഗുണിച്ച് എഴുതാം. അപ്പോൾ എത്ര വരും? 55/4. ഇനി അടുത്തത് ആറാമത്തെ 4.5 4/1/3 മടങ്ങ്. 4.5 4/1/3 മടങ്ങ് എന്ന് പറയുമ്പോൾ എത്ര വരും? 4.5 എന്ന് പറയുന്നത് മാറ്റി എഴുതുമ്പോൾ നമുക്ക് 9/2 എന്ന് വരും. 4/1/3 മാറ്റി എഴുതുമ്പോൾ 13/3 എന്ന് വരും. സൈഡിൽ ടീച്ചർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇനി അതിനെ തമ്മിൽ ഗുണിക്കുക. അംശം ഇൻറ്റു അംശമായിട്ടും ഛേദം ഇൻറ്റു ഛേദമായിട്ടും ഗുണിച്ച് എഴുതുമ്പോൾ എത്ര വരും? 117 ഹരിക്കണം 6. 117 ഇനി 6ൽ എത്ര തവണ പോവും നോക്കണം. 117 6ൽ എത്ര തവണ പോവും? 19 തവണയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഹരിച്ച് നോക്കാട്ടാ. 117 6ൽ എത്ര തവണ പോവും? 19 തവണ പോവും. ബാക്കി നമുക്ക് ശിഷ്ടം എത്ര വരും? 19നെ 6 കൊണ്ട് ഗുണിച്ചാൽ എത്ര നമുക്ക് കിട്ടുക? 114 കിട്ടുക. ബാക്കി ശിഷ്ടം എത്ര വരും? 3 വരും. അപ്പം എങ്ങനെ എഴുതണം നമ്മൾ? 19 3/6 എന്ന് എഴുതണം. അപ്പോൾ 19 3/6 എന്ന് പറയുന്നത് എന്താണ്? 3/6നെ നമുക്ക് ഒന്നും കൂടി വെട്ടിച്ചെറുതാക്കാം അല്ലേ? 3/6 3ഉം 6ൽ എത്ര പ്രാവശ്യം പോവും? 2 തവണ പോവും അല്ലേ? അപ്പോൾ 1/2 എന്ന് നമുക്ക് അവിടെ മാറ്റി എഴുതാം. അപ്പോൾ 19 1/2
ഇതാണ് നമ്മുടെ ഉത്തരം. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു സെക്ഷൻ ഒന്ന് വേഗം ഓടിച്ച് പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് ഒന്നും കൂടി ഇലാബറേറ്റ് ചെയ്ത് പറയണമെന്നുണ്ട്, പക്ഷേ ഇപ്പം തന്നെ 25 മിനിറ്റായി. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇത് കാണാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒന്നും കൂടി ക്ലിയർ ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ ടീച്ചർ വീഡിയോ കണ്ടു എന്നുള്ളതും എനിക്ക് ഉറപ്പാക്കണമല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ ഒരു ഭാഗം, ഇപ്പോൾ ഇതിങ്ങനെ മാറ്റി എഴുതണതാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തതെങ്കിൽ, അങ്ങനെ എന്താണെങ്കിൽ, അല്ലെങ്കിൽ ഹരിക്കാൻ കിട്ടണില്ല, ഗുണിക്കാൻ കിട്ടണില്ല, എന്താ പ്രശ്നം എന്നുണ്ടെങ്കിൽ ടീച്ചറോട് പറഞ്ഞോളൂ. അപ്പോൾ ടീച്ചർ അതിൻ്റെ ഒന്നും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ഓഡിയോ അയക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത് നോട്ട് പകർത്തിയിട്ട് എനിക്ക് നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അടുത്ത ക്ലാസ്സിന് മുന്നേ, അടുത്ത ക്ലാസ് എന്ന് പറഞ്ഞാൽ അടുത്ത മാത്സ് ക്ലാസ് അല്ല, അടുത്ത നിങ്ങൾക്ക് 2:30 ക്ലാസ് ഉണ്ട് അല്ലേ അടുത്ത ദിവസം. അപ്പോൾ അതിന് മുന്നേ, അടുത്ത ക്ലാസ്സിൻ്റെ വർക്കുകൾ തുടങ്ങുന്നതിന് മുന്നേ പിന്നെ ഈ ഒരു ക്ലാസ്സേ കേട്ടിട്ടുള്ളൂ. ഇന്നിപ്പോൾ ഇത്രയും സമയമുണ്ട്, നാളെ 3 മണി വരെ നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പോൾ ഒരു 4 മണി ആകുമ്പോഴത്തേക്കും മാക്സിമം കുറച്ച് പ്രോബ്ലംസിൽ എടുത്തിട്ടുള്ളൂ, 5 കണക്കുകൾ ചെയ്തിട്ടുള്ളൂ. ഈ 5 കണക്കുകളുടെ നോട്ട് എഴുതിയിട്ട് ടീച്ചറുടെ വാട്സപ്പിലേക്ക് പേഴ്സണലായിട്ട് അയക്കാം കേട്ടോ. എൻ്റെ വാട്സപ്പിലേക്ക് വേണം പേഴ്സണലായിട്ട് അയക്കാം. ഓക്കെ, താങ്ക് യു.